ശ്രീപാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാപം ചെയ്യുന്നവർക്കുള്ള ഇടമാണ് നരകം. വലിയ പാപം ചെയ്താൽ കഠിന നരകം. എന്നാൽ സ്വർഗമോ, അത് പാപം ചെയ്യാത്തവർക്കുള്ളതാണ്. അവിടെയാണെങ്കിൽ പരമസുഖം. പാപം ചെയ്തവർക്കുള്ള ശിക്ഷ അനുഭവിക്കാനുള്ള ജയിലാണ് നരകം എന്ന് പറയാം. തിന്മ, നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് പാപമാണ്. നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി മറ്റൊരുത്തനെ ബുദ്ധിമുട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതും എല്ലാം പാപത്തിൽപ്പെടും. എന്നാൽ ചെയ്തു കഴിഞ്ഞ പാപത്തിൽ നിന്നും രക്ഷപ്പെടാനും മാർഗമുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് അജാമിളൻ്റെ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അജാമിളൻ കാലങ്ങളായി ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞു. അതെങ്ങനെയാണ്? ഭഗവാന്റെ നാമജപത്തിലൂടെ. അതാണ് നാരായണ നാമത്തിൻ്റെ മഹത്വം. അജാമിളൻ ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ഗൃഹസ്ഥനും ധർമ്മിഷ്ഠനുമാണ്. ഒരിക്കൽ അച്ഛന് യാഗം ചെയ്യണം. അതിന് ദർഭയും ചമതയും കൊണ്ടുവരാൻ അജാമിളൻ കാട്ടിലേക്ക് പോയി. അപ്പോൾ അതാ കാട്ടാറിൻ്റെ തീരത്ത് സുന്ദരിയായ ഒരു പെണ്ണ്. അവൾ മുനികുമാരിയല്ല, ഒരു കാട്ടുമങ്ക. അജാമിളൻ അവളെ കണ്ടു, അടുത്തു ചെന്നു. അവളുമായി സ്നേഹത്തിലായി. അവൾക്ക് അവനോടും. വന്ന കാര്യം തന്നെ അജാമിളൻ മറന്നു. അവളോടൊപ്പം കാട്ടിൽ ഉല്ലസിച്ച് താമസിച്ചു. എന്നാൽ അവളോ ഒട്ടും നല്ലവളായിരുന്നില്ല. അവളുമായുള്ള കൂട്ടുകെട്ട് കാരണം അജാമിളൻ ആ ബ്രാഹ്മണാചാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് വളരെ ദുഷിച്ചവനായി മാറി. അന്ന് അജാമിളൻ അറിയപ്പെടുന്നത് ഒരു കൊള്ളക്കാരനും കവർച്ചക്കാരനുമായിട്ടാണ്. ആശ്രമവാസികൾക്കെല്ലാം അജാമിളൻ ഒരു പേടി സ്വപ്നമായി മാറി. അവനെ പേടിച്ച് വഴിയാത്രക്കാർക്ക് പോലും ആ വഴി നടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അജാമിളന് 10 മക്കളുണ്ടായി. തട്ടിപ്പറിച്ചും ചൂത് കളിച്ചും അയാൾ കുടുംബം പുലർത്തി. അയാൾക്ക് ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് സുഖമായി ജീവിക്കണം. അതിന് എന്ത് മാർഗവും സ്വീകരിക്കും. അങ്ങനെ കാലചക്രം ഉരുണ്ട് നീങ്ങി. അജാമിളന് വാർദ്ധക്യം ബാധിച്ചു. അയാൾ ക്ഷീണിതനായി. അപ്പോൾ അയാൾ അവസാനത്തെ മകൻ, ആ മകനോട് കുറച്ചധികം വാത്സല്യം ഉണ്ടായിരുന്നു അജാമിളന്. ആ മകന് പേരിട്ടത് നാരായണൻ എന്നാണ്. സ്നേഹക്കൂടുതൽ കാരണം ഉണ്ണാനും ഉറങ്ങാനും അവൻ എപ്പോഴും അടുത്തുണ്ടാവണമെന്നായി. അജാമിളൻ്റെ കണ്ണിലുണ്ണിയായി നാരായണൻ വളർന്നു. തനിക്ക് വേറൊരു ആശ്രയവുമില്ല. നാരായണനെങ്കിലും ഉണ്ടാവുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അവനും തന്നോട് വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു രാത്രി ഭീകര രൂപം പൂണ്ട കാലഭൂതന്മാർ വന്ന് അജാമിളന് ചുറ്റും നിൽക്കുന്നു. അജാമിളൻ പേടിച്ച് ഞെട്ടി ഉണർന്നു. അവർ എന്താണ് ചെയ്യുന്നത്? ആ കയർ വീശി പിടിക്കാൻ ശ്രമിക്കുകയാണ്. ആ കുടുക്ക് തൻ്റെ കഴുത്തിൽ വീണുപോയാൽ അവർ വലിച്ചിഴച്ച് കൊണ്ടുപോകും. എവിടേക്കാണ്? കാലപുരിയിലേക്ക്. അജാമിളൻ്റെ ശരീരം ഭയം കൊണ്ട് വിറച്ചു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും സർവ്വശക്തിയും സംഭരിച്ച് അജാമിളൻ തൻ്റെ മകനെ വിളിച്ചു. നാരായണ നാരായണ. നാരായണൻ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു, നാരായണ. ഒരിടിമുഴക്കം പോലെ ആ ശബ്ദം സർവത്ര വ്യാപിച്ചു. അജാമിളിൽ നിന്ന് ആ ഭഗവത് നാമം പുറത്തു വന്നപ്പോൾ വിഷ്ണുദൂതന്മാർ ഓടിയെത്തി. അവർക്കും ഭഗവാന്റെ രൂപം തന്നെയായിരുന്നു. 4 കൈകളുമായി മഞ്ഞപ്പട്ട് ധരിച്ച് മനോഹരമായ രൂപം. ഈ വിഷ്ണുദൂതന്മാരെ കണ്ടപ്പോൾ കാലഭടന്മാർ സൂക്ഷിച്ചു നോക്കി. അവർക്ക് അത്ര മനസ്സിലായില്ല, ആരാണിത്. അങ്ങനെ വീണ്ടും ഈ കാലഭടന്മാർ പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണ് അജാമിളനെ. അപ്പോൾ ദൂതന്മാർ കാലഭടന്മാരെ തടഞ്ഞപ്പോൾ കാലഭടന്മാർ പറഞ്ഞു, നിങ്ങളെന്തിനാണ് തടയുന്നത്? ഇവൻ വളരെ പാപിയാണ്. ഇവനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ഞങ്ങളെ യമദേവൻ അയച്ചതാണ്. അതുകൊണ്ട് ഞങ്ങളെ തടയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭടന്മാർ പറഞ്ഞു, ഞങ്ങളതിനെ ഇവൻ പാപിയല്ല, പാപം ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പാപി ആയിരിക്കാം, പക്ഷേ പാപങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴികളില്ലേ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ യമധർമ്മനോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുപോവുക, അതാണ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോവൂ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. നിങ്ങൾക്കൊക്കെ അത് അറിയാമെന്ന് ഞങ്ങൾ കരുതി. കഷ്ടം. വിഷ്ണുഭടന്മാരുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ യമഭടന്മാർ കുഴങ്ങി. അപ്പോൾ അജാമിളൻ പാപത്തിനൊന്നും ഇന്നേ വരെ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല.
പിന്നെ നിങ്ങൾ അവന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത്? അത് കാണുമ്പോൾ കഷ്ടവും സാധാവും തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളുടെ അജ്ഞതയാണ്. അവൻ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. അവൻ്റെ മനസ്സ് ഇപ്പോൾ ശുദ്ധമാണ്. അവൻ ഭഗവത് നാമം ജപിച്ചത് നിങ്ങൾ കേട്ടതല്ലേ ചോദിച്ചു. എങ്കിൽ പിന്നെ അവനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അതാണ് നിങ്ങളുടെ അജ്ഞത എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുദൂതന്മാരുടെ ചോദ്യത്തിന് മുൻപിൽ ഭടന്മാർ ചൂളിപ്പോയി. ഭഗവത് നാമ ജപം പുണ്യമാണെന്ന് അവർക്കും അറിയാം. യമരാജാവിൻ്റെ കൽപ്പന വേണം തിരിച്ചു പോകാൻ. അവർ കാലപുരിയിലേക്ക് മടങ്ങി. വിഷ്ണു ഭടന്മാർ അജാമിളനെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്കും പുറപ്പെട്ടു. അങ്ങനെ ഭഗവാൻ വൈകുണ്ഠത്തിൽ അജാമിളൻ്റെ വരവും കാത്തിരിക്കുകയാണ്. അജാമിളൻ ഭഗവാനെ ദർശിച്ചു, സായുജ്യവും നേടി. അങ്ങനെ യമഭടന്മാരിൽ നിന്ന് വർത്തമാനങ്ങൾ അറിഞ്ഞ് യമരാജാവ് ഭയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും വിഷ്ണു ഭക്തന്മാരുടെ അടുത്ത് നിങ്ങൾ പോകാൻ പാടില്ല എന്ന ആജ്ഞയും നൽകി. വിഷ്ണു ഭക്തന്മാർക്ക് യമകിങ്കരന്മാരെ ഭയപ്പെടേണ്ടതില്ല. അവർക്ക് യമലോകത്തിൽ പോകേണ്ടതുമില്ല. അവർക്കുള്ളത് വിഷ്ണു ലോകമാണ്. അവിടെ സാക്ഷാൽ വൈകുണ്ഠം. ജനന മരണങ്ങളില്ലാതെ ഭഗവാനോടൊപ്പം അവിടെ പരമാനന്ദത്തോടെ കഴിയാം. അപ്പോൾ ആ നാമജപത്തിൻ്റെ പുണ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ അജാമിളൻ നാരായണ നാരായണ എന്നിങ്ങനെ വിളിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു ഭഗവത് നാമം പോലും അവൻ്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ തക്കവണ്ണം അവനത് പ്രയോജനപ്പെട്ടു അജാമിളന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാമജപത്തിന് ഇപ്പോൾ ഈ കലിയുഗത്തിലും ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി നാമം ജപിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.